എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടിയിൽ ഇന്നലെ രാത്രി 7:30 നടന്ന ഒരു ഇരുചക്ര വാഹനാപകടം. ചാലക്കുടി മാർക്കറ്റ് കള്ളുഷാപ്പ് റോഡ് അവസാനിക്കുന്ന മൂന്നുംകൂടിയ ഭാഗത്ത്, വെട്ടുകടവ് ഭാഗത്തു നിന്നും ഈ മൂന്നുംകൂടിയ ഭാഗത്തേക്ക് ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്നു മാനാടൻ സണ്ണി മകൻ സാൻഡോ 30 വയസ്സെന്ന ചെറുപ്പക്കാരൻ. ഏകദേശം 7:30 കൂടിയിട്ടാണ്, 7:35 മറ്റൊക്കെയാണ് വാഹനം വരുന്നത്. ഈ വാഹനം നേരെ കൂടപ്പുഴയ്ക്ക് പോകുന്ന ഭാഗത്ത്, തുടങ്ങുന്ന ഭാഗത്ത് വെച്ച് ഈ വാഹനം ഇരുചക്രവാഹന അപകടത്തിൽപ്പെടുന്നു. സാൻഡോ ഇരുചക്രവാഹനത്തിൽ നിന്നും വീണു എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. കൃത്യമായ CCTV ദൃശ്യങ്ങൾ മറ്റും കിട്ടിയിട്ടില്ല. ഏതെങ്കിലും വാഹനങ്ങൾ സാൻഡോയുടെ ഇരുചക്രവാഹനത്തിൽ വന്ന് ഇടിച്ചതാണോ എന്നും നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു വാഹനം വന്ന് ഇടിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. CCTV ദൃശ്യങ്ങളിൽ നമുക്ക് ഈ കൂടപ്പുഴ ഭാഗത്തേക്കുള്ള CCTV ഇല്ല. പ്രധാനമായിട്ടും അവിടെയുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ റെസിഡൻസ് അസോസിയേഷൻ വെച്ചിട്ടുള്ള ക്യാമറകൾ, ഒന്ന് വെട്ടടവ് ഭാഗത്തുനിന്ന് വരുന്നതും ഒന്ന് മാർക്കറ്റിൻ്റെ അവിടെ നിന്നും വരുന്ന ദൃശ്യങ്ങളാണ് കിട്ടുക. അപ്പോൾ ഈ ദൃശ്യങ്ങൾ പ്രകാരം വെട്ടടവ് ഭാഗത്തുനിന്ന് ഒരു ഇരുചക്ര വാഹനം വരുന്നുണ്ട്. പിന്നെ മാർക്കറ്റിൻ്റെ അവിടെ നിന്നുള്ള ക്യാമറയിൽ കിട്ടുന്നത് പൊടിപടലങ്ങൾ ഉയരുന്ന ഒരു സംഭവമാണ്. എന്തായിരുന്നാലും സാൻഡോയെ അവിടെ നിന്നും സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് തന്നെ വളരെ ക്രിട്ടിക്കൽ സ്ഥിതിയിലായിരുന്നു സാൻഡോ. അതുകൊണ്ട് തന്നെ ചാലക്കുടി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി അധികൃതർ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാനാണ് പറഞ്ഞത്. ഇതിനെ തുടർന്ന് ഹോസ്പിറ്റലിലെ ആംബുലൻസ് ഡ്രൈവർ ആംബുലൻസ് പോർട്ടിക്കോയുടെ ഭാഗത്തേക്ക് ഒതുക്കി പേഷ്യൻറ്റിനെ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ഈ സാൻഡോയുടെ കൂടെ ബൈസ്റ്റാൻഡറായിട്ട് സാൻഡോയുടെ അനുജൻ ഷിൻഡോ ഉണ്ടായിരുന്നു. ഈ ഷിൻഡോ അവിടെ നിന്ന് കോപാക്രാന്തനാവുകയും ഒരു ഭീകരാന്തരീക്ഷത്തിന് തുല്യമായ സംഭവങ്ങളൊക്കെ സൃഷ്ടിച്ച് അവിടെയുള്ള വേസ്റ്റ് ബോക്സ്, വലിയ ഇരുമ്പിൻ്റെ വേസ്റ്റ് ബോക്സാണ്, അതെടുത്ത് മറിച്ചിടുകയും തുടർന്ന് അവിടെ പാർക്ക് ചെയ്തിരുന്ന ഈ ആംബുലൻസിൻ്റെ സൈഡ് ഗ്ലാസ് അടിച്ച് തകർക്കുകയും ചെയ്തു. തുടർന്ന് ചാലക്കുടി പോലീസ് എത്തി ഷിൻഡോയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. സാൻഡോയെ ഉടൻ തന്നെ, അപകടത്തിൽപ്പെട്ട സാൻഡോയെ ഉടൻ തന്നെ സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഉടൻ തന്നെ വെന്റിലേറ്ററിലാണ് പ്രവേശിച്ചത്. അതിഗുരുതരാവസ്ഥയിലായിരുന്നു. പിന്നീട് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം സാൻഡോയെ അവിടെ നിന്നും ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോഴും വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് സാൻഡോ തുടരുന്നത്. പറയുന്നത് ഈ അപകടങ്ങൾ നടക്കുന്നത്, ഇരുചക്ര വാഹന അപകടങ്ങൾ ചാലക്കുടിയിൽ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ്. പലപ്പോഴും അശ്രദ്ധ കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ അപകടങ്ങൾ നടക്കുന്നത്. സാൻഡോ സുഹൃത്തുക്കളും ഒരുമിച്ച് സംസാരിച്ചതിന് ശേഷം വീട്ടിലേക്കോ മറ്റോ പോരുകയായിരുന്നു. ആ സമയത്ത് എന്താണ് ഇങ്ങനൊരു ഇരുചക്രവാഹന അപകടം ഉണ്ടായതിനുള്ള നേർസാക്ഷ്യമോ മറ്റു തെളിവുകളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. പക്ഷേ എന്നെ ഞെട്ടിപ്പിച്ച സംഭവം, സ്വന്തം ജ്യേഷ്ഠൻ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ആ ജ്യേഷ്ഠന് ഏറ്റവും വേണ്ട ചികിത്സാ സഹായം കൊടുക്കുന്നതിന് വേണ്ടി മുന്നിട്ട് നിൽക്കേണ്ട അനുജൻ അവിടെ കാണിച്ച ചില വിക്രിയകളാണ്. അയാൾ അവിടെ നിന്ന് ഈ കോപാക്രാന്തനായി ഈ വേസ്റ്റ് ബോക്സ് മറിച്ചിടുകയും ആംബുലൻസിൻ്റെ ചില്ല് തകർക്കുകയും ചെയ്തതോടുകൂടി സാൻഡോയെ കൃത്യമായി തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനുള്ള സമയം വൈകി. ആംബുലൻസ് വേറെ വരേണ്ടി വന്നു. ഇത്യധികം അതിസാഹസികമായ തരങ്ങൾ. മദ്യലഹരിയിലായിരുന്നു ഷിൻഡോ എന്നാണ് അവിടെ ആശുപത്രി പരിസരത്ത് നിന്ന് ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ലഹരിക്കെതിരായിട്ടുള്ള വലിയ സന്ദേശങ്ങളും ബോധവൽക്കരണങ്ങളും ഒക്കെ നടക്കുമ്പോൾ തന്നെയും ഇവിടെ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് തന്നെ പോകും. ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? സാൻഡോയുടെ സ്ഥിതി അതിഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു. സാൻഡോയെ ആശുപത്രി എത്തിക്കേണ്ട കൃത്യമായ സമയത്ത് ആശുപത്രി എത്തിച്ചിരുന്നെങ്കിൽ, ആ ചോദ്യം എപ്പോഴും നിലനിൽക്കുന്നൊരു ചോദ്യമാണല്ലോ. സാൻഡോയുടെ മാതാപിതാക്കൾ വളരെ കഷ്ടമായിട്ടുള്ള ഒരു സ്ഥിതി. ആ ആശുപത്രി കോമ്പൗണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നീറുകയായിരുന്നു. എന്താണ് ഈ ചെറുപ്പക്കാർ ഇങ്ങനെയൊക്കെ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഈ അപകടം നടന്നതിന് ശേഷം സുഹൃത്തുക്കളെല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. സാൻഡോ ഗുരുതരാവസ്ഥയിൽ തന്നെ ഇപ്പോഴും രാജഗിരി ആശുപത്രിയിൽ തുടരുകയാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്നു. ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെയും മരണപ്പാച്ചിലും വായുഗുളിക മേടിക്കാൻ പോലുള്ള പാച്ചിലും കണ്ട് ആരും ആസ്വദിക്കുന്നില്ല. ഉള്ളിൽ ഭയമാണ്. പല്ലടിച്ച്, മൂക്കടിച്ച്, തലയടിച്ച് വീണ് കഴിഞ്ഞാൽ പോകുന്നത് നിങ്ങളുടെ കുടുംബത്തിന് തന്നെ. ഇത് തന്നെയാണ് പറയാനുള്ളത്. എന്തായിരുന്നാലും ഇങ്ങനൊരു സംഭവം ഇന്നലെ രാത്രി ഉണ്ടായി. സാൻഡോ താമസിക്കുന്നത് കൂടപ്പുഴ നമ്മുടെ അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയ വക്കീലിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ വാടകയ്ക്കാണ് സാൻഡോയും കുടുംബവും താമസിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ വാർത്ത. സാൻഡോയ്ക്കൊന്നും സംഭവിക്കാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. നന്ദി, നമസ്കാരം.